ഹലോ എവ്രി വൺ വെൽക്കം ടു AZB അക്കാഡമി. നമ്മൾ ഇന്ന് കവർ ചെയ്യുന്നത് ഭാരതീയ ന്യായ സംഹിതയാണ്. സെക്ഷൻ 14 നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കവർ ചെയ്തത് സെക്ഷൻ 14 കവർ ചെയ്തു, രണ്ട് പാർട്ടായിട്ട് എടുത്തു. മൂന്നാമത്തെ പാർട്ടാണ്. ഒരുപാട് കാര്യങ്ങൾ ഇതിലുണ്ട്, പാർട്ടായിട്ടാണ് നമ്മളത് കവർ ചെയ്യുന്നത്. സോ നമ്മൾ കടക്കിയ ഭാരതീയ ന്യായ സംഹിത ജനറൽ എക്സെപ്ഷൻസ്, ഇത് പാർട്ട് 3 അധ്യായം 3. ഭാരതീയ ന്യായ സംഹിതയിൽ അധ്യായം 3 ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ചാപ്റ്റർ 3 അധ്യായം 3 നമ്മൾ കടക്കുകയാണ്. ജനറൽ എക്സെപ്ഷൻസ് അഥവാ മലയാളത്തിൽ അതിനെ വിളിക്കുന്ന ശരിയായ പേര് സാമാന്യമായ അപവാദങ്ങൾ. സാമാന്യമായ അപവാദങ്ങൾ എന്നാണ് ഇതിനെ വിളിക്കുന്നത്. സോ നമ്മൾ കടക്കുകയായി 14 നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കി. ഇത് സിലബസിലുണ്ട്. സിലബസിൽ 14 ഇത് തന്നെയാണ് നമ്മൾ ഇന്ന് കവർ ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കി, ഒരു വ്യക്തി ചെയ്യുന്ന പ്രവൃത്തിയാണ്, അത് നിയമലംഘനമാവരുത്. നിയമം അറിയില്ല എന്നല്ല, മിസ്റ്റേക്ക് ഓഫ് ഫാക്ട്, വസ്തുതയുടെ തെറ്റായി മാറാം. ആക്ട് ബൈ പേഴ്സൺ ബൗണ്ട് ബൈ മിസ്റ്റേക്ക് ഓഫ് ഫാക്ട് ബിലീവിങ് ഹിംസെൽഫ് ബൗണ്ട് ബൈ ലോ. അതാണ്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അത് ഏതാണെന്നൊക്കെ അത് കൃത്യമായി നോക്കിയതാണ്. ഇന്ന് നമ്മൾ നോക്കുന്നത് സെക്ഷൻ 14 ആവശ്യ ഘടകങ്ങളാണ് നമ്മൾ നോക്കുന്നത്. സെക്ഷൻ 14 ആവശ്യ ഘടകങ്ങൾ എന്താണ് എന്നാണ് നോക്കുമ്പോൾ, ഒന്ന്, നിയമപരമായ ഒരു ബാധ്യത. സെക്ഷൻ 14 എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു വ്യക്തി ചെയ്യുന്ന പ്രവൃത്തി നിയമത്തെ ലംഘിക്കാൻ പാടില്ല, എന്നാൽ വസ്തുതാപരമായ ലംഘനമാകാം. വസ്തുതാപരമായ ലംഘനം എന്ന് പറഞ്ഞാൽ ഒരാളെ അറസ്റ്റ് ചെയ്യാൻ പോയപ്പോ ആള് മാറി അറസ്റ്റ് ചെയ്തു, അല്ലെ? അത് വസ്തുതാപരമായ ഒരു ലംഘനമാണ്. അപ്പോൾ സർക്കാരിന്റെയോ മേലുദ്യോഗസ്ഥന്റെയോ ഉത്തരവുകൾ അനുസരിക്കാൻ ഒരു വ്യക്തിക്ക് നിയമപരമായ ബാധ്യതയുണ്ട്. സർക്കാരിന്റെ ഉത്തരവുകൾ ഏതാണോ അതനുസരിക്കണം. നിയമപരമായ ഒരു വ്യക്തിക്ക് സർക്കാരിന്റെ ഉത്തരവ് അനുസരിക്കാനുള്ള ബാധ്യതയുണ്ട്, അല്ലെ? കൂടാതെ ഒരു മേലുദ്യോഗസ്ഥൻ പറയുന്ന ഉത്തരവ് എന്ത് ചെയ്യണം? കീഴിലുള്ള ഉദ്യോഗസ്ഥർ അനുസരിച്ചിരിക്കണം. അതിനുള്ള നിയമപരമായിട്ടുള്ള ഒരു ബാധ്യതയുണ്ട്. ഒരു വ്യക്തിക്ക് അനുസരിക്കുവാൻ, നിയമത്തെ അനുസരിക്കുവാൻ, അത് സർക്കാർ പറയുന്നതായാലും മേലുദ്യോഗസ്ഥൻ പറയുന്നതായാലും ആ ന്യായമായ കാര്യങ്ങളെ അനുസരിക്കുവാൻ, നിയമപരമായി അവർ പറയുന്നത്, നിയമത്തിലുള്ള കാര്യം പറയുന്നത് അനുസരിക്കുവാൻ ഉള്ള ബാധ്യതയുണ്ട്. സെക്ഷൻ 14 ഭാരതീയ ന്യായ സംഹിത 2023 സെക്ഷൻ 14 ആവശ്യ ഘടകങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് നിയമപരമായ ബാധ്യതയാണ്. ഒരു വ്യക്തിക്ക് അനുസരിക്കുവാനുള്ള ബാധ്യത അവിടെയുണ്ട്. എന്ന് പറഞ്ഞാൽ എന്താ? അനുസരിക്കുക എന്നത് തന്നെയാണ്. അടുത്ത പറയുന്നത് നിയമത്തിന് വിധേയൻ. ഇതാണ് നിയമത്തിന് വിധേയൻ, അല്ലെ? അതായത് നിർദ്ദേശങ്ങൾ പാലിക്കാൻ നിയമപരമായ ബാധ്യതയുണ്ട് എന്ന് പ്രതിക്ക് തോന്നുന്നു, അല്ലെ? ഞാൻ എന്നോട് അറസ്റ്റ് ചെയ്യാൻ പറഞ്ഞു, പോയി അറസ്റ്റ് ചെയ്തു, കാരണം നിയമപരമായി ചെയ്യേണ്ട കാര്യമാണ്, അല്ലെ? അല്ലെങ്കിൽ മേലുദ്യോഗസ്ഥൻ പറയുകയാണ്, പട്ടാളത്തിൽ പറയുകയാണ്, കലാപം നടക്കുന്നു, ജനക്കൂട്ടത്തിലേക്ക് വെടിവെക്കുക. ഇല്ല, ഞാൻ വെടിവെക്കില്ല, അല്ലെ, ഞാൻ കൊല്ലില്ല എന്ന് പറയാൻ പറ്റില്ല, അല്ലെ? കലാപത്തെ അടിച്ചമർത്താൻ ചില സമയത്ത് ആയുധങ്ങൾ, മാരകായുധങ്ങൾ, തോക്കൊക്കെ ഉപയോഗിക്കേണ്ടി വരും, വെടിവെക്കേണ്ടി വരും, വെടിപൊട്ടിക്കേണ്ടി വരും. അത്തരം സാഹചര്യങ്ങളിൽ അനുസരിച്ചേ പറ്റൂ, അല്ലെ? നിർദ്ദേശങ്ങൾ പാലിക്കാൻ ആരാണോ തനിക്ക് നിയമപരമായി ബാധ്യതയുണ്ട്. നിയമം എന്ത് പറയുന്നുവോ അത് ഞാൻ ചെയ്യും. നിയമം അനുശാസിക്കുന്ന കാര്യം എന്താണോ അത് ഞാൻ ചെയ്യും. അത് ചെയ്യാൻ എനിക്ക് എന്തുണ്ട്? എനിക്ക് ബാധ്യതയുണ്ട്. ഒരു പ്രതിക്ക് തോന്നണം, ഞാൻ ചെയ്യുന്നത് എന്താണ്? നിയമപരമായ കാര്യമാണ്, എൻ്റെ മേലുദ്യോഗസ്ഥൻ പറഞ്ഞ കാര്യമാണ്, എൻ്റെ സർക്കാർ പറഞ്ഞ കാര്യമാണ്, നിയമപരമായ കാര്യമാണ്, നിയമത്തിൽ പറയുന്ന കാര്യമാണ്. അപ്പോൾ അത്തരത്തിലുള്ള നിയമത്തിന് വിധേയനായിരിക്കുന്നു ഞാൻ എന്ത് ചെയ്യണം? നിർദ്ദേശങ്ങൾ, നിയമത്തിന് വിധേയനായിരിക്കുന്ന ഞാൻ നിയമപരമായിട്ടുള്ള, അത് സർക്കാരിന്റെയോ മേലുദ്യോഗസ്ഥൻ പറയുന്ന നിർദ്ദേശങ്ങൾ പാലിക്കാൻ തനിക്ക് നിയമപരമായ ബാധ്യതയുണ്ടെന്ന് പ്രതിക്ക് തോന്നണം, അല്ലെ? അറസ്റ്റ് ചെയ്യാൻ പോയി അറസ്റ്റ് ചെയ്യണം, വെടിവെക്കാൻ പറഞ്ഞ് വെടിവെക്കണം. ചിലപ്പോൾ ആള് മാറി അറസ്റ്റ് ചെയ്യും. ചില വെടി വെച്ചിട്ട് എല്ലാവരും മരിക്കണമെന്നില്ല, അല്ലെ? അപ്പൊ അയാളുടെ മറ്റവര് രക്ഷപ്പെട്ടല്ലോ എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, അല്ലെ? അതാണ് സെക്ഷൻ 14 പറയുന്നത്. അടുത്ത നിയമവിരുദ്ധമായ ഉത്തരവ്, അല്ലെ? ഇപ്പൊ ഒരു വ്യക്തിയുടെ മുമ്പിൽ അറിയണം നിയമവിരുദ്ധമായ ഉത്തരവാണ്, വ്യക്തി അറിയരുത്. ഇപ്പൊ ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞ വ്യക്തി ചെയ്തു, പക്ഷെ അറിയില്ല ഇത് നിയമവിരുദ്ധമാണ് എന്നറിയില്ല. ചിലപ്പോൾ മേലുദ്യോഗസ്ഥൻ പറഞ്ഞ കാര്യങ്ങളായിരിക്കും, അല്ലെ? അത് നമ്മൾ എക്സാമ്പിളിൽ നോക്കാം. ഇനി കൂടാതെ ഒരു വ്യക്തി എന്ത് ചെയ്താലും, ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ, ഒരു വ്യക്തി അറസ്റ്റ് ചെയ്യാൻ പോയി, അല്ലെ? ഒരു വ്യക്തി വേറൊരാളെ എന്ത് ചെയ്യാൻ പോയി? അറസ്റ്റ് ചെയ്യാനൊക്കെ പോയി. പക്ഷെ സംഭവിച്ചത് ആള് മാറി അറസ്റ്റ് ചെയ്തു, അല്ലെ?
ഇവിടെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി വേറൊരിടത്ത് പോയിട്ട് വേറെ മര്യാദയ്ക്കിരുന്ന ഒരു വ്യക്തിയെ പിടിച്ചുകൊണ്ട് പോകും. അങ്ങനെ പിടിച്ചുകൊണ്ടുവരുവാൻ അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യുവാൻ അധികാരമുണ്ടോ? ഉണ്ട്. നിയമം പറയുന്നുണ്ട് അല്ലെ? BNSS-ൽ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയിൽ പറയുന്നുണ്ട് അറസ്റ്റ് ചെയ്യാം അല്ലെ? നടപടിയെ പുള്ളി ചെയ്യുന്ന ആ നടപടിയെ പിന്തുണയ്ക്കാൻ ഒരു നിയമം നിലവിലുണ്ടായിരിക്കണം. അതൊന്നു വേണം. എന്ത് വേണം? ഒരു നിയമം അവിടെ ഉണ്ടായിരിക്കണം. നിലവിൽ ഒരു നിയമം എന്ത് ചെയ്യണം? ഉണ്ടായിരിക്കണം അല്ലെ? നടപടിയെ പിന്തുണയ്ക്കാൻ ഒരു നിയമം നിലവിലുണ്ടായിരിക്കണം. ആ നിയമ നടപടിയിൽ പോകുമ്പോൾ ചില തെറ്റ് പറ്റും. അറസ്റ്റ് ചെയ്യാൻ പറഞ്ഞു വിട്ടയാളെ അറസ്റ്റ് ചെയ്യില്ല. ചിലപ്പോൾ ആള് മാറി അറസ്റ്റ് ചെയ്യും. കുഴപ്പമില്ല, വെറുതെ വിടും. എന്താണ്? കുഴപ്പമില്ല, വെറുതെ വിടും. വെറുതെ വിടും. അതാണ് ഇവിടെ പറയുന്നത്. എന്താണ്? പിന്തുണയ്ക്കാൻ ഒരു നിയമം നിലവിലുണ്ടായിരിക്കണം. ചെയ്യുന്ന പ്രവൃത്തി ഏതാകട്ടെ, നിയമപരമായ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അതിൽ വസ്തുതാപരമായ തെറ്റുപറ്റും. നിയമപരമായി തെറ്റുപറ്റരുത്. നിയമപരമായി ഒരു തെറ്റുപറ്റിയാൽ, ഒരു വ്യക്തിക്ക് നിയമപരമായ ഒരു തെറ്റുപറ്റിയാൽ സെക്ഷൻ 14 വകുപ്പിന്റെ ഭാരതീയ ന്യായ സംഹിത 14 വകുപ്പിന്റെ യാതൊരു പ്രൊട്ടക്ഷനും സംരക്ഷണം ലഭിക്കുമെന്ന് കരുതണ്ട. എന്നാൽ വസ്തുതാപരമായ പിഴവുകൾ, വസ്തുതാപരമായി ഉണ്ടാകുന്ന പോരായ്മകൾ, ഇതൊക്കെയാണ് ക്ഷമിച്ചു കൊടുക്കുന്നത്. അല്ലാതെ ക്ഷമിച്ചു കൊടുക്കത്തില്ല അല്ലെ? അപ്പൊ വസ്തുതപരമായി തെറ്റിക്കൊള്ളൂ. വസ്തുതപരമായ കാര്യങ്ങൾ തെറ്റിക്കൊള്ളൂ. മിസ്റ്റേക്ക് ഓഫ് ഫാക്ട് ആകാം. നിങ്ങൾ തെറ്റു, കുഴപ്പമില്ല. നിയമം തന്നെ പറയുന്നുണ്ട്. എന്താണ്? മിസ്റ്റേക്ക് ഓഫ് ഫാക്ട് അല്ലെ? അറസ്റ്റ് ചെയ്ത ആള് മാറിപ്പോയി, പിടിക്കാൻ പറഞ്ഞ ആള് മാറിപ്പോയി. മിസ്റ്റേക്ക് ഓഫ് ഫാക്ട്, വസ്തുതയുടെ തെറ്റായിക്കൊള്ളുക, കുഴപ്പമില്ല, തെറ്റട്ടെ. എന്നാൽ മിസ്റ്റേക്ക് ഓഫ് ലോ, നിയമം തെറ്റരുത്. അറസ്റ്റ് ചെയ്യേണ്ട സമയത്ത് അറസ്റ്റ് തന്നെ ചെയ്യണം. ആള് മാറിയ കുഴപ്പമില്ല, ക്ഷമിക്കാം. പക്ഷെ അറസ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യണം. നിയമം അറസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ അത് ചെയ്യണം. ഇല്ലാതെ മുമ്പിൽ വരരുത്. നിയമം ലംഘിച്ചുകൊണ്ട്, നിയമം തെറ്റിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് വന്നാൽ യാതൊരുവിധ സംരക്ഷണവും സെക്ഷൻ 14 തരികയില്ല. എന്നാൽ വസ്തുതയുടെ തെറ്റ് പറ്റിപ്പോയി, വസ്തുതാപരമായ ഒരു തെറ്റ് പറ്റി, മിസ്റ്റേക്ക് ഓഫ് ഫാക്ട് ആണ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു സംരക്ഷണം ലഭിക്കുമെന്നാണ് സെക്ഷൻ 14 പറയുന്നത്. അറസ്റ്റ് ചെയ്യാൻ പൊക്കൊള്ളൂ, കുഴപ്പമില്ല. അത് നിയമപരമായി ചെയ്യേണ്ടതാണ്. അറസ്റ്റ് ചെയ്യുമ്പോൾ ആളെ മാറി, വസ്തുതാപരമായ തെറ്റെന്ന് അതിനെ വിളിക്കും അല്ലെ? മിസ്റ്റേക്ക് ഓഫ് ഫാക്ട്. അത് ക്ഷമിച്ചു തരും. അത് ക്ഷമിച്ചു തരും. അത് ഭയപ്പെടേണ്ട യാതൊരു ആവശ്യവുമില്ല. ക്ഷമിച്ചു തന്നിരിക്കും അല്ലെ? അടുത്തത് ഏതാണ്? വസ്തുതയുടെ തെറ്റ് നമ്മൾ പറഞ്ഞതാണ്. വസ്തുതയുടെ തെറ്റായിരിക്കണം. പിന്നെ നിയമത്തിന്റെ തെറ്റാകരുത് അല്ലെ? പിന്നെ സത്യസന്ധതയും നല്ല വിധം ഉത്തമ വിശ്വാസപൂർവ്വം അല്ലെ? ഇപ്പം അറസ്റ്റ് ചെയ്യാൻ പോയി, പക്ഷെ പോയപ്പോ ആരെ അറസ്റ്റ് ചെയ്യാൻ പോയി അല്ലെ? അറസ്റ്റ് ചെയ്യാൻ പോയപ്പോൾ പഴയ വൈരാഗ്യം തീർക്കാൻ വെറുതെ പോലീസിൽ കയറിയപ്പോൾ അറസ്റ്റ് ചെയ്യാൻ അധികാരമുണ്ട്. പഴയ വൈരാഗ്യം തീർക്കാൻ വേണ്ടി വെറുതെ ഒരാളെ പോയി അറസ്റ്റ് ചെയ്യാൻ പോയിട്ട് കാര്യമില്ല. കൃത്യമായിട്ട് ഒരു കുറ്റം ചെയ്ത കുറ്റവാളിയെ തന്നെ അറസ്റ്റ് ചെയ്യണം. വെറുതെ പോയി അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ നീ പണ്ട് എന്നെ എന്റെ ഷർട്ടിന്റെ പോക്കറ്റ് വിളിച്ചു കയറിയില്ലേ, പണ്ട് എന്നെ നോക്കി ഒന്ന് ചറഞ്ഞില്ലേ, ഞാൻ ഇപ്പൊ പോലീസാ, വാ ഞാൻ നിന്നെ അറസ്റ്റ് ചെയ്യും, വാ കയറി വണ്ടി കയറി വാ, അന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഉത്തമ വിശ്വാസപൂർവം ഒരു വ്യക്തി കുറ്റം ചെയ്തുവെന്നും ആ കുറ്റം ചെയ്ത വ്യക്തിയെ അറസ്റ്റ് ചെയ്യുവാൻ ഒരു ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ, ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ എനിക്ക് അതിനുള്ള ബാധ്യതയുണ്ടെന്നും അത് നിയമം പറയുന്നതാണെന്നും ഞാൻ നിയമപരമായി തന്നെ പ്രവർത്തിക്കുന്നെന്നും അതുകൊണ്ട് കുറ്റം ചെയ്ത വ്യക്തിയെ ഞാൻ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരുമെന്ന ഉത്തമമായ ഒരു ബോധ്യം, സത്യസന്ധതയോടുകൂടി ഉത്തമ വിശ്വാസപൂർവം, ഗുഡ് ഫെയ്ത്ത്, നല്ലൊരു വിശ്വാസത്തോടുകൂടി എന്ത് ചെയ്യണം? അങ്ങനെ കൊണ്ടുവരണമെന്നാ പറയുന്നത്. അല്ലാതെ വെറുതെ പഴയ വൈരാഗ്യം തീർക്കാൻ, പണ്ടൊരു സിപ്പപ്പ് വാങ്ങി അതിന്റെ പകുതി കൊടുത്തില്ല, അതിന്റെ വൈരാഗ്യം തീർക്കാൻ പോകരുത്. നിയമം 14 സംരക്ഷണം തരത്തില്ല. ഗുഡ് ഫെയ്ത്ത് ആയിരിക്കണം. എന്തായിരിക്കണം? ഉത്തമ വിശ്വാസപൂർവം ചെയ്ത ഒരു പ്രവൃത്തി തന്നെയായിരിക്കണം. നമ്മൾ അതിനെ വിളിക്കുന്നു ഗുഡ് ഫെയ്ത്ത്. എന്താണ് ഗുഡ് ഫെയ്ത്ത്? ഉത്തമ വിശ്വാസപൂർവം ചെയ്ത ഒരു പ്രവൃത്തി തന്നെയായിരിക്കണം. എങ്കിൽ മാത്രമേ നിയമത്തിന്റെ ഒരു സംരക്ഷണം ലഭിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ നിയമത്തിന്റെ സംരക്ഷണം എന്നൊരു കാര്യം ഒരിക്കലും ലഭിക്കില്ല എന്ന് ഓർത്തിരിക്കുക അല്ലെ? എന്താണ്? ഉത്തമ വിശ്വാസപൂർവം തന്നെ കൃത്യമായ രീതിയിൽ അത് ചെയ്തിരിക്കണം അല്ലെ? ഉത്തമ വിശ്വാസം പൂർവം ചെയ്തിരിക്കണം. ഉത്തമ ബോധ്യവും സത്യസന്ധതയും ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ ഇതിന്റെ ഒരു സംരക്ഷണം ഒരു ലേശം പോലും കിട്ടുകയില്ല എന്നുള്ള കാര്യം എന്ത് ചെയ്യുക? ഓർക്കുക. അത് നമ്മൾ എന്ത് ചെയ്യുക? ഓർക്കുക. അതാണ് ഇവിടെ പറയുന്നത്. ഉത്തമ ബോധ്യവും സത്യസന്ധതയും ഓടുകൂടി കാര്യങ്ങൾ ചെയ്യണം അല്ലെ? ഉത്തമ
ബോധ്യവും സത്യസന്ധവുമായിട്ട് കാര്യങ്ങൾ ചെയ്തിരിക്കണം. ഇതാണ് ഇവിടെ പറയുന്നത്, അല്ലേ? അപ്പോ എന്തൊക്കെയാണ് ആവശ്യ ഘടകങ്ങൾ നമ്മൾ നോക്കി. വിചാരണ ചെയ്യപ്പെടുന്ന ഏതെങ്കിലും കുറ്റകൃത്യത്തെ പ്രതിരോധിക്കുന്നതിനായി ഇത് ഉൾപ്പെടുത്താവുന്നതാണ്, അല്ലെ? ഇത് ഉൾപ്പെടുത്താമെന്നാണ്. ഇനി ഇവിടെ ഒരു മാക്സിം കൂടിയുണ്ട്, അത് പഠിക്കണം. അത് ഇതാണ്, ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഞാൻ നിങ്ങളെ ഈ 14 2-3 ദിവസം കൊണ്ട് പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ ഈ പഠിപ്പിക്കുന്നത് മാത്രം മതി. ഞാൻ എന്താണോ നിങ്ങളെ പഠിപ്പിച്ച പാർട്ട് 1 14 സെക്ഷൻ 14 മാത്രം ഞാൻ പാർട്ട് 1 എടുത്തു, പാർട്ട് 2 എടുത്തു, ഇതിപ്പോ പാർട്ട് 3ലേക്ക് വരുവാ, അല്ലേ? ഞാൻ എന്താണോ പഠിപ്പിച്ചത് അത് മാത്രമേ പഠിക്കാവൂ. അതിന്റെ അപ്പുറത്തേക്ക് ഒന്നും പോയി പഠിക്കരുത്, അല്ല. ഞാൻ എന്താണോ നിങ്ങളെ പഠിപ്പിക്കുന്നത് അതങ്ങ് പഠിച്ചാൽ മതി. അപ്പൊ അങ്ങനെ വരുമ്പോ ഒറിജിനൽ BNS വെച്ചാണ് പഠിപ്പിച്ചത്. അങ്ങനെ ഒരു നിയമത്തിന്റെ പ്രത്യേകത, സുപ്രീം കോടതിയുടെ ജഡ്ജ്മെന്റുകളും അതോടൊപ്പം തന്നെ ഈ മാക്സിംസ് ഉണ്ട്, ലീഗൽ മാക്സിം, നിയമത്തിന്റെ ചില തത്വങ്ങളുണ്ട്. അത് നമ്മളിപ്പോ പഠിക്കാൻ പോവാം. അത് എക്സാമിന് ചോദിക്കും. ഈ പറയുന്ന ആർട്ടിക്കിൾ 14 എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതാണ്, അല്ലെ? ആർട്ടിക്കിൾ 14 എന്തിനെ അടിസ്ഥാനപ്പെടുത്തി ഉള്ളതാണ് എന്നൊരു ചോദ്യം വരും. അത് നമ്മൾ പഠിക്കാൻ പോവാം. ഏതാണ്? ഇഗ്നോറൻഷ്യ ഫാക്ടി എക്സ്ക്യൂസാറ്റ്. ഇഗ്നോറൻഷ്യ ജൂറിസ് നോൺ എക്സ്ക്യൂസാറ്റ്. എന്താണ്? ഇഗ്നോറൻഷ്യ, അല്ലെ? ഇഗ്നോറൻഷ്യ അറിയില്ല എന്ന്, ഇഗ്നോറൻഷ്യ രണ്ടും. അടുത്തെന്താണ്? ഫാക്ടി, ഫാക്ടി എക്സ്ക്യൂസാറ്റ്, അതായത് ഫാക്ട് വസ്തുതാപരമായ തെറ്റ് ക്ഷമിക്കും. ഇഗ്നോറൻഷ്യ ഫാക്ടി എക്സ്ക്യൂസാറ്റ്, ഇഗ്നോറൻഷ്യ ഫാക്ടി എക്സ്ക്യൂസാറ്റ്. അടുത്തെന്ത് പറയുന്നു? ഇഗ്നോറൻഷ്യ ജൂറിസ് എന്ന് പറഞ്ഞാൽ നിയമപരമായുള്ള തെറ്റ് ക്ഷമിക്കില്ല, എക്സ്ക്യൂസ് ഇല്ല, നോൺ എക്സ്ക്യൂസാറ്റ്, അല്ലെ? ഇഗ്നോറൻഷ്യ ഫാക്ടി എക്സ്ക്യൂസാറ്റ്, ഇഗ്നോറൻഷ്യ ജൂറിസ് നോൺ എക്സ്ക്യൂസാറ്റ്. അതാണ് ഇവിടെ പറയുന്നത്. ഇഗ്നോറൻഷ്യ ഫാക്ടി എക്സ്ക്യൂസാറ്റ് ക്ഷമിക്കും, അല്ലെ? വസ്തുതാപരമായിട്ട് വരട്ടെ, ഫാക്ടിന്റെ ഒരു തെറ്റാണെങ്കിൽ വരട്ടെ, ഹാപ്പി ആയിട്ട് ക്ഷമിക്കും, പോന്ന് പറഞ്ഞ് തള്ളിവിടും, അല്ലെ? പക്ഷെ ലോ ആണ് തെറ്റിയതെങ്കിൽ, നിയമം ലംഘിച്ചാൽ നോ അനുവദിക്കില്ല, ഇല്ല, അല്ലെ? അപ്പോ അതാണ് ഓർക്കേണ്ടത്. ഫാക്ട് തെറ്റിയാൽ പോട്ടെ, ലോ തെറ്റിയാൽ നോ വിടത്തില്ല, അതാണ്, അല്ലെ? അതാണ് ഇഗ്നോറൻഷ്യ ഫാക്ടി എക്സ്ക്യൂസാറ്റ്, ഇഗ്നോറൻഷ്യ ജൂറിസ് നോൺ എക്സ്ക്യൂസാറ്റ്, അല്ലെ? ഇഗ്നോറൻഷ്യ ഫാക്ടി എക്സ്ക്യൂസാറ്റ്, ഇഗ്നോറൻഷ്യ ജൂറിസ് നോൺ എക്സ്ക്യൂസാറ്റ്, അല്ലെ? And 14 is related to this. അത് ചോദിക്കും. വസ്തുതയെ കുറിച്ചുള്ള അജ്ഞത ഒരു ഒഴികഴിവ് എന്നാണ്, അല്ലെ? ഇഗ്നോറൻഷ്യ ഫാക്ടി എക്സ്ക്യൂസ് ആയിട്ട് പറയുന്നത് എന്താണ്? ഇഗ്നോറൻഷ്യ ഫാക്ടി എക്സ്ക്യൂസ് ആയിട്ട് പറയുന്നത് വസ്തുതപരമായ തെറ്റ് ക്ഷമിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞില്ല, അറസ്റ്റ് ചെയ്യാൻ പോയപ്പോൾ ആള് മാറിപ്പോയി, ക്ഷമിക്കും, അല്ലെ? ഇഗ്നോറൻഷ്യ ഫാക്ടി എക്സ്ക്യൂസ് ആയിട്ട്, അറസ്റ്റ് ചെയ്യാൻ പോയപ്പോൾ ആള് മാറിപ്പോയി, ക്ഷമിക്കും, അത് കുഴപ്പമില്ല, തള്ളിക്കളയത്തില്ല, ക്ഷമിക്കും, അല്ലെ? അപ്പോ വസ്തുതയെ കുറിച്ചുള്ള അജ്ഞത ഒരു ഒഴിവ് കഴിവാണ്, അവ ക്ഷമിക്കും, അല്ലെ? അതാണ് ഇഗ്നോറൻഷ്യ ഫാക്ടി എക്സ്ക്യൂസാറ്റ്. അറിവ് അല്ലെങ്കിൽ വിവരങ്ങളുടെ അഭാവം മൂലം ദോഷം വരുത്തിയ വ്യക്തികൾക്ക് പ്രതിരോധം, ഇച്ചിരി വസ്തുതാപരമായ തെറ്റുള്ളവർക്ക് സംരക്ഷണം നൽകുന്നതാണ്, അല്ലെ? ഇപ്പൊ ഒരു വ്യക്തി ഒരു കാർ ഓടിക്കുകയാണ്, പെട്ടെന്ന് റോഡിലേക്ക് ഓടിയ ഒരു കാൽനട യാത്രക്കാരനെ അബദ്ധത്തിൽ ഇടിച്ചു, അല്ലെ? റോഡിലേക്ക് ഓടിക്കേറിയ കാൽനട യാത്രക്കാരൻ ഇടിച്ചു. അപ്പൊ ഇവിടെ കാൽനട യാത്രക്കാരനെ കണ്ടില്ല, അതുകൊണ്ടാണ് അപകടം വന്നതെന്ന് ഒരു ഡ്രൈവർ പറഞ്ഞാൽ സമ്മതിക്കും. കാരണം എന്താ? വണ്ടി മാന്യമായിട്ട് ഓടിക്കുമ്പോൾ ഒരുത്തൻ ഓടിക്കൊണ്ട് കയറിയതാ റോഡിലേക്ക്, അല്ലേ? ഒരു കാൽനടക്കാരൻ അബദ്ധത്തെ അവൻ കൊണ്ട് ചാടിക്കൊടുത്തതാ, അല്ലെ? അപ്പൊ ഡ്രൈവർ പറഞ്ഞു, അയ്യോ ഞാൻ കണ്ടില്ല, ഞാൻ പാവമായിട്ട് ഓടുവാണ്, അല്ലെ, ഞാൻ മര്യാദയ്ക്ക് ഓടിക്കുകയാണ്. പക്ഷെ അയാൾ എടുത്തു ചാടിയതാണ്. അപ്പൊ പിന്നെ എങ്ങനെയാണ് ഞാൻ കൊന്നു എന്ന് പറയാൻ കഴിയുന്നത്? ഇല്ല, ഒരിക്കലും പറയാൻ പറ്റില്ല, അല്ലേ? അതിന് ക്ഷമിച്ചു വിടും. കാരണം നിയമം വെച്ച് നോക്കുമ്പോൾ അവിടെ ഒരു വസ്തുത എന്താണ്? മാന്യമായി വണ്ടി ഓടിക്കുന്നു, ഒരാൾ എടുത്തു ചാടി സ്വയം വരുത്തി വെച്ച വിന, അല്ലെ? വെറുതെ വിട്, കുഴപ്പമില്ല, ഇത് വസ്തുതാപരമായിട്ടുള്ളൊരു പിഴവാണ്, വിട്, അവൻ ഇങ്ങോട്ട് എടുക്കണ്ട, വിട്, അല്ലെ? കേസ് ഒന്നും ആക്കണ്ട, വിട്.
അടുത്ത് ഇഗ്നോറൻഷ്യ ജൂറിസ് നോൺ എക്സ്ക്യൂസഡ്. ഇഗ്നോറൻഷ്യ ജൂറിസ് നോൺ എക്സ്ക്യൂസഡ്. ഇഗ്നോറൻഷ്യ ജൂറിസ് നോൺ എക്സ്ക്യൂസഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഇഗ്നോറൻഷ്യ ജൂറിസ് നോൺ എക്സ്ക്യൂസഡ് എന്ന് പറഞ്ഞാൽ എന്താ? അല്ലെ? അതായത് നിയമപരമായിട്ടുള്ള, നിയമത്തെക്കുറിച്ചുള്ള അജ്ഞത ക്ഷമിക്കുകയില്ല. അതൊരു നിയമം ലംഘിച്ചു വന്നിട്ട് പറയുകയാണ് അയ്യോ എനിക്ക് നിയമം ഉണ്ടെന്ന് അറിയില്ലേ, ക്ഷമിക്കത്തില്ല. അല്ലെ? നിയമം ലംഘിച്ചിട്ട് വന്നിട്ട് പറയുവാണ് അയ്യോ എനിക്ക് നിയമം ഇങ്ങനെയൊക്കെ ഉണ്ട് എന്ന് എനിക്ക് അറിയില്ല, ക്ഷമിക്കില്ല, ഒരിക്കലും ക്ഷമിക്കില്ല. അല്ലെ? ഇത്രമാം അപരാധത്തെ ഒരിക്കലും നിയമം ക്ഷമിക്കില്ല. അല്ലെ? നിയമം എല്ലാവരും അറിഞ്ഞിരിക്കണമെന്നാണ്. അല്ലെ? ഒരു വ്യക്തിക്ക് നിയമം അറിയില്ലെന്ന് അവകാശപ്പെട്ട് ക്രിമിനൽ ബാധ്യത, നിയമപരമായിട്ടുള്ള ബാധ്യത, ക്രിമിനൽ ലൈബിലിറ്റി ഒഴിവാക്കാൻ കഴിയുകയില്ല. വസ്തുതാപരമായി നിങ്ങൾ പിഴച്ചോളൂ, തെറ്റ് പറ്റിക്കൊള്ളൂ, വസ്തുതകൾക്ക് തെറ്റ് പറ്റാം. എന്നാൽ നിയമപരമായിട്ടുള്ള ഒരു തെറ്റുമായിട്ട് നിങ്ങൾ മുമ്പിൽ വരരുത്. നിയമപരമായി നിയമം അറിയില്ല, അതുകൊണ്ട് തെറ്റിപ്പോയി എന്ന് വന്ന് പറയരുത്. വസ്തുതയുടെ തെറ്റ് ആകാം. ഇഗ്നോറൻഷ്യ ഫാക്ടി എക്സ്ക്യൂസഡ്, വസ്തുതാപരമായ തെറ്റ് ക്ഷമിക്കും. ഇഗ്നോറൻഷ്യ ജൂറിസ് നോൺ എക്സ്ക്യൂസഡ്, ഇത് ഞങ്ങൾ പൊറുക്കുകയില്ല. അല്ലെ? അപ്പോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് കവർ ചെയ്യുന്നത്. ഇന്ന് നമുക്ക് കവർ ചെയ്യാനുള്ള ഏരിയ ഇതാണ്. കൃത്യമായ രീതിയിൽ നമ്മളിത് പഠിച്ചു വെക്കുക. ഈ ഒരു ഏരിയ ആണ് എക്സാമിന് ചോദിക്കുന്നത്. അപ്പൊ ഇന്ന് നമ്മളൊരു മാക്സിം ഉൾപ്പെടെയാണ് പഠിച്ചത്. ഈ മാക്സിമൊക്കെയും എക്സാമിന് ആവശ്യമുള്ളതാണ്. അപ്പൊ നമ്മൾ ആദ്യം മുതൽ പഠിച്ചത് ജസ്റ്റ് ഒന്ന് നോക്കാം. അതോടൊപ്പം നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കണമെങ്കിൽ വിശദമായി പഠിക്കണം. ഇപ്പോൾ CPOയുടെ എക്സാം വരുന്നുണ്ട്. നിങ്ങൾക്ക് അതിൽ സ്പെഷ്യൽ ടോപ്പിക് മൊത്തം മാർക്ക് വാങ്ങാൻ, അല്ലെ? ഇപ്പൊ 40 ഉണ്ടെങ്കിൽ 40 തൊട്ട് 40 വാങ്ങാൻ പറ്റുമോ? പറ്റും. അത് ചെയ്യണമെങ്കിൽ AZBയുടെ CPO ബാച്ചിന് സല്യൂട്ട് എന്നാണ് ബാച്ചിന്റെ പേര്. ഇതില് ജോയിൻ ചെയ്യണം. ഇതിൽ ജോയിൻ ചെയ്ത എന്താണ് പ്രത്യേകത? ഒന്ന്, ഞങ്ങൾ പഠിപ്പിക്കുന്നത് BNS, ഒറിജിനൽ BNS വെച്ചിട്ടാണ്. പ്ലസ് സുപ്രീം കോടതിയുടെ ജഡ്ജ്മെന്റുകൾ, കേസുകൾ, പ്ലസ് ലീഗൽ മാക്സിംസ്. മാത്രമല്ല നിയമമേഖലയിലെ വിദഗ്ധരാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്. നിയമം അറിയാവുന്നവരാണ് പഠിപ്പിക്കുന്നത്. കൂടാതെ പ്ലസ് PSC മേഖലയിൽ വളരെ കാലത്തെ എക്സ്പീരിയൻസും നിയമം പഠിച്ചവരുമാണ് ഇത് പഠിപ്പിക്കുന്നു എന്നാണ് ഒരു വ്യത്യാസം, ഒരു പ്രത്യേകത. ഇത്രയും കാര്യങ്ങളുണ്ട്. ഇതിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് ഫീസ് ഒരു 20% ഡിസ്കൗണ്ട് നിങ്ങൾക്ക് തരാൻ പറ്റും. അതിനൊരു കാര്യം ചെയ്താൽ മതി. അനന്തു 20, ഇതൊരു കോഡാണ്, കൂപ്പൺ കോഡാണ്, ഫാക്കൽറ്റി കോഡാണ്. ഇതാണ് അനന്തു 20 കൂപ്പൺ കോഡ് അല്ലെങ്കിൽ ഫാക്കൽറ്റി കോഡ്. ഇതെടുക്കണം. നിങ്ങൾ ഫീസ് കൊടുത്തിട്ട് കോഡ് കൂപ്പൺ കോഡ് കൊടുക്കുമ്പോൾ റേറ്റ് കുറയും, അല്ലെ? നല്ല രീതിയിൽ 20% കുറവ് വരും. ഈ കോഡ് തന്നെ യൂസ് ചെയ്യണം. ഈ ഫാക്കൽറ്റി കോഡ് തന്നെ നിങ്ങൾ യൂസ് ചെയ്യണം. അനന്തു 20 അനന്തു 20 ഈ കോഡ് തന്നെ ഉപയോഗിച്ച് നിങ്ങൾ ജോയിൻ ചെയ്യണം, അല്ലെ? അപ്പൊ നിങ്ങൾക്ക് ഡിസ്കൗണ്ടിലേക്കും. ഇനി നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ, കോഴ്സിനെ കുറിച്ചൊക്കെ അറിയണമെങ്കിൽ 92651 എന്നൊരു നമ്പർ ഉണ്ട്. 06 പിന്നെ 769 കൂടെ ചേർത്ത് വെച്ച് ഈ നമ്പറിൽ വിളിച്ചാൽ മതി. നിങ്ങൾക്ക് കോഴ്സിനെ കുറിച്ചുള്ള മൊത്തം ഡീറ്റെയിൽസ് കിട്ടും. മാത്രമല്ല നമ്മുടെ ക്ലാസ്സും നോട്ട്സും മാത്രം മതിയാവും നിങ്ങൾക്ക് ജയിക്കാൻ. അടുത്തൊരു പ്രത്യേകത, നമ്മൾ എന്താണോ പഠിപ്പിക്കുന്നത് അത് മാത്രമായിരിക്കും എക്സാമിന് ചോദിക്കുന്നത് 100%. കാരണം ഒറിജിനൽ നിയമം വെച്ചായിരിക്കും നമ്മൾ പഠിക്കുന്നത്. നിയമത്തിന് വ്യാഖ്യാനമുണ്ട്. ഒരു നിയമം പറയും, അതെങ്ങനെ ഒരു വാക്കെടുത്ത് വ്യാഖ്യാനിച്ച് കൃത്യമായ രീതിയിൽ. കൂടാതെ മാറി വരുന്ന PSC എക്സാം രീതിയിൽ പ്രസ്താവനകൾക്ക്, സ്റ്റേറ്റ്മെന്റുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. അതിനും കൂടെ അനുസരിച്ചാണ് പഠിപ്പിക്കുന്നത്. പഴയ പാറ്റേൺ അല്ല, ഈ ഒരു രീതിയിലായിരിക്കും നമ്മൾ പഠിക്കുന്നത്. നമ്മുടെ ഒരു ക്ലാസ് ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായ രീതിയിൽ പഠിക്കാനും എക്സാമിന് ജയിക്കുവാനും ഒക്കെയും നല്ല രീതിയിൽ സഹായം ആകും എന്ന് വേണം നിങ്ങൾ മനസ്സിലാക്കാൻ. അപ്പൊ നമ്മൾ നോക്കിയത് സെക്ഷൻ 14ന്റെ ആവശ്യ ഘടകങ്ങളാണ്. നിയമത്തിന് വിധേയനായിരിക്കണം, നിയമവിരുദ്ധമാവരുത് എന്നൊക്കെ നമ്മൾ നോക്കി, എക്സാമ്പിളൊക്കെ നോക്കി. പിന്നെ നമ്മൾ നേരെ അതിൽ നിന്നൊരു മാക്സിം നോക്കി. ആ മാക്സിം എന്ന് പറഞ്ഞ ഇതാണ്. എന്തായിരുന്നു? ഇഗ്നോറൻഷ്യ.
ignorantia facti excusat, ignorantia juris non excusat. Ignorantia facti excusat, ignorantia juris non excusat. Ignorantia facti excusat, ignorantia juris non excusat. ഈ മാക്സിം നിങ്ങൾ പഠിച്ചു വെക്കണം. ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ, ഈ മാക്സിം ignorantia facti excusat, ignorantia juris non excusat ഭാരതീയ ന്യായ സംഹിതയിലെ ഏത് സെക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നു? സെക്ഷൻ 14, ആദ്യത്തെ സെക്ഷനാണ്. സാമാന്യമായ അപവാദങ്ങളുടെ ഏത് സെക്ഷൻ? 14. ഏതാണ്? ജനറൽ എക്സെപ്ഷൻസ് അഥവാ സാമാന്യമായ അപവാദങ്ങൾ. അപവാദങ്ങൾ എവിടെയാണ് പറയുന്നത്? അധ്യായം 3, ചാപ്റ്റർ 3. അപ്പം ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ ഓർത്തു വെക്കുക. ഇതിൽ നിന്നായിരിക്കും നിങ്ങൾക്ക് എക്സാമിനൊക്കെ വരുന്നത്. നമ്മൾ ഇന്നത്തെ സെഷൻ ഇവിടെ തീരുവാണ്. ഇനി പുതിയൊരു സെഷനുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.